സുഹൃത്തുക്കളെ, അത് വന്നാൽ ഒരു ന്യൂനതയാണ്, ഒരു ന്യൂനതയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി തങ്ങൾ അതാ പറഞ്ഞത്, ആ വെള്ളപ്പാണ്ടിൽ നിന്ന് അള്ളാഹുവെ ഞാൻ കാവൽ തേടുന്നു. നമ്മൾ ദുആ ചെയ്യണം. അത് വരായിക വരില്ല നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? പറയാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി, അള്ളാഹുവെ വെള്ളപ്പാണ്ടിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു നാദാ. വൽ ജുനൂൻ, മാനസികമായ രോഗം, ഭ്രാന്ത്, മാനസികമായ വിഭ്രാന്തിയിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അല്ലാ. മാനസിക രോഗം നമുക്ക് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? നഊദു ബില്ലാ, അല്ലാഹ് കാക്കട്ടെ. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. വരുന്നതിന് മുമ്പേ ദുആ ചെയ്യണം. മാനസിക രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. മൂന്നാമത് നബി തങ്ങൾ പറയുന്നു, വൽ ജുദാം, ക്യാൻസർ പോലുള്ള, അർബുദം പോലുള്ള, കുഷ്ഠരോഗം പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. വീണ്ടും വമിൻ സയ്യിൽ അസ്ഖാം, കൊറോണ പോലുള്ള രോഗങ്ങൾ, പ്ലേഗ് പോലുള്ള രോഗങ്ങൾ, നിപ്പ വൈറസ് പോലുള്ള രോഗങ്ങൾ, അല്ലാഹുവേ വൈദ്യശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചു കളയുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് പോലും ഞങ്ങളെ കൊണ്ടൊരു ഭാരമാകുന്ന രോഗത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് അല്ലാ. ചൈനയിൽ ഓരോ കുടുംബക്കാര് തന്റെ കുടുംബത്തിലുള്ള വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്നില്ല. ഓർക്കണം, ഈ ദുആ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, വമിൻ സയ്യിൽ അസ്ഖാം, അല്ലാഹുവേ പടച്ചവനെ, ജനങ്ങൾ വെറുക്കുന്ന രോഗം, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത രോഗം, ഞങ്ങളുടെ കുടുംബം പോലും ഞങ്ങളെ വെറുക്കുന്ന രോഗം, ആ രോഗം നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ഓരോ വീടുകളിൽ നിന്ന്, സ്വന്തം വീടുകളിൽ നിന്ന് സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ സ്വന്തം കൈകൊണ്ട് പുറത്ത് തള്ളിക്കളയുകയാണ്. നീ മരിച്ചാലും പോയിക്കോ, നിന്റെ പേരിൽ ഞങ്ങൾക്ക് രോഗം വരരുത്, ഞങ്ങളും മരിക്കരുത്. സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. നേരിട്ട് കാണുന്ന കാഴ്ചയല്ലേ? ഇല്ലേ? കണ്ടില്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അല്ലാഹുവേ, ജനങ്ങൾ, ഞാൻ, എൻ്റെ ഭാര്യ എൻ്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എൻ്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ, എൻ്റെ കുടുംബം എൻ്റെ രോഗത്തിൽ വെറുപ്പ് വരാതെ. ചില ആളുകൾ ഇങ്ങനെ മാരകമായ രോഗം പിടിപെട്ട് മരിക്കാതെ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവനുമില്ല മരണവുമില്ല, അങ്ങനെ നരകയാതന അനുഭവിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടിലുള്ളവർക്ക് ആ മനുഷ്യനോടൊരു വെറുപ്പുണ്ടാവും. ഇല്ലേ? വെറുപ്പുണ്ടാവും. എന്നോട് എത്ര പേര് വന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, സ്വന്തം വാപ്പ ആ കിടക്കയിൽ കിടക്കുമ്പോ ആ മക്കള് വന്നിട്ട് പറയാണ്, ഉസ്താദേ ഒന്ന് ദുആ ഇറക്കണം, മരിക്കാനോ ദുആ ഇറക്കണം ഉസ്താദ്, കാണാൻ വയ്യാന്ന്. ഖിദ്മത്ത് ചെയ്യ സഹോദര. സ്വന്തം വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയാണ്. സ്വന്തം വാപ്പ മരിക്കട്ടെ, എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജനങ്ങൾക്ക് പോലും വെറുപ്പുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടണം. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇത് ചെയ്യണം. എന്നാൽ അല്ലാഹു തആല ഈ രോഗം നമുക്ക് വരുത്തൂല. നബി തങ്ങൾ പറഞ്ഞ സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിനെ കാക്കണേ പടച്ചവനെ, അല്ലാഹുവിനെ കാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഈ വന്ന, ഈ ഇരിക്കുന്ന, ഈ ഒരുമിച്ച് കൂടിയ ഈ സഹോദരി സഹോദരങ്ങൾക്ക് പടച്ചവനെ ഈ പറയപ്പെട്ട ഒരു രോഗം നീ വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ കുദറത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. ഈ മഹനീയമായ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ആർക്കെങ്കിലും ഈ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പടച്ചവനെ എത്രയും വേഗം നീ ശിഫയാക്കണേ പടച്ചവനെ, എത്രയും വേഗം നീ ശിഫയാക്കണേ പടച്ചവനെ. ഷാഫിയായ, വാഫിയായ, മുആഫിയായ അല്ലാഹ്, പരിപൂർണമായി നീ ശിഫയാക്കണേ പടച്ചവനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും അങ്ങനെ ചെയ്താൽ അവർക്ക് ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അതന്നെ സംഭവം. എല്ലാ രോഗത്തിനും മരുന്ന് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്തതിന് അള്ളാഹിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രോഗത്തിനും മരുന്ന് അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഡോക്ടർ നിബിധങ്ങളാണ്. നിബിധങ്ങൾ പഠിപ്പിക്കാത്തൊരു രോഗമൊന്നും ഇന്ന് ലോകത്തിൽ നിന്ന് ആർക്കും കാണിച്ചു തരാൻ പറ്റൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അള്ളാഹു തൗഫീഖ് തരട്ടെ, അത് ചെയ്യാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അള്ളാഹു തആല അനുഗ്രഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. അത് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. നമ്മൾ അതിൽ ശുക്ർ ചെയ്യാതിരുന്നാൽ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകും. അതാണ് പരീക്ഷണം. അലിഫ് ലാം മീം. ഇനി നല്ലപോലെ ശ്രദ്ധിക്കണേ.
പിന്നെ നല്ലപോലെ ശ്രദ്ധിക്കണേ. മുസ്ലിങ്ങൾ ആ പടം എന്തിനാ പടച്ചോ നമ്മളെ ഇട്ടിടങ്ങറാക്കുക? നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? ഈ അള്ളാഹ്ക്ക് നമ്മളോടൊരു ദയയില്ലേ? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, നമ്മളൊക്കെ നിസ്കാരമുള്ളവരാണല്ലോ, പിന്നെ എന്തിനാ അള്ളാഹ് നമ്മളായിട്ട് ഈ ഇടങ്ങറാക്കുന്നത്? അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഇത്രയും ദുആ ചെയ്തല്ലോ, എന്നിട്ട് ഇവരെന്താ ഇപ്പം ഈ സർക്കാർ താഴോട്ട് വീഴാത്തത്? അയാൾക്കൊരു കുരുവില്ലല്ലോ പടച്ചോനെ, ഒരു അസുഖവും ഇല്ലല്ലോ പടച്ചോനെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇത്രയും ദുആ ചെയ്തിട്ട് ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല സർക്കാരിനെതിരെ. അതിൻ്റെ വിധങ്ങൾ പറഞ്ഞ വാക്കാണ്. സർക്കാരിനെതിരെ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ലാലിമ്യങ്ങൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യാം. അക്രമി ആരാണ് അവർക്കെതിരെ നമുക്ക് ദുആ ചെയ്യാം. അക്രമികൾക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിച്ച ചരിത്രമുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം, അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓതി തരികയാണ് ഈ ആയത്ത്. എന്താണ്? മുസ്ലിങ്ങളെ, നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേര് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ, നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഇതാ കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ അൻകബൂത്ത്. ചിലന്തി. അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. എന്താണ് അത്? അതിന്റെ ആ ഇടങ്ങേറ് അതേപോലെയാണ് മുസ്ലിങ്ങൾക്ക്. അലിഫ് ലാം മീം അഹസിബൻ നാസ് അയ്യുതറകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ജനങ്ങൾ കരുതുന്നുണ്ടോ, മുസ്ലിം ലോകമേ നീ കരുതുന്നുണ്ടോ, അയ്യുതറകൂ അവരെ വെറുതെ വിടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ, അയ്യഖൂലൂ ആമന്നാ ഞങ്ങൾ വിശ്വാസികളാണ് അല്ലാ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് അല്ലാ, ഞങ്ങൾ നമസ്കാരമുള്ളവരാണ് അല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വഹും ലാ യുഫ്തനൂൻ ഒരു പരീക്ഷണങ്ങളും അവർക്ക് ഏൽക്കുകയില്ല, അവരെ തീണ്ടുകയില്ല, അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഏതെങ്കിലും മനുഷ്യർ കരുതുന്നുണ്ടോ? അല്ലാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. മുസ്ലിം ആയതിന്റെ പേര് നമ്മളെ പരീക്ഷിക്കൂലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അള്ളാന്റെ ചോദ്യമാണ്. അടുത്ത ആയത്ത്. എന്തിനാ പരീക്ഷിക്കുന്നത്? മുസ്ലിങ്ങളെ പരീക്ഷിക്കുള്ളൂ. എന്തിനാ പരീക്ഷിക്കുന്നത്? നല്ലപോലെ കേട്ടോ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. മുൻഗാമികളായ എത്രയോ പേരെ നാം ഇതേപോലെ ഇതിനേക്കാളും കഠിനമായി പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ ആരാണ് സത്യസന്ധനായ മുസൽമാൻ, ഫലയഅലമന്നൽ കാദിബീൻ കാപട്യത്തിന്റെ മൂടുപടം അണിഞ്ഞു നടക്കുന്ന മുസൽമാൻ ആരാണ്, ഒറിജിനൽ മുസൽമാൻ ആരാണ്. എത്ര വലിയ പരീക്ഷണങ്ങളാകട്ടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിക്കട്ടെ, ഞങ്ങളുടെ നെഞ്ചിൽ നീ വെടിയുതിർക്കട്ടെ, എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടില്ല. അതല്ല, നിങ്ങൾക്ക് കോടികൾ നൽകാം, നല്ല പെണ്ണിനെ നൽകാം, മന്ത്രി കസേര നൽകാം, അധികാരം നൽകാം, സോപാനം നൽകാം എന്ന് കാപട്യത്തിന്റെ വേഷം ധരിച്ച മുസൽമാനോട് ഒരു വിഭാഗം കുഫാറുകൾ പറയുമ്പോ അവൻ ആ ഉച്ഛിഷ്ടം തിന്നാൻ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു പോകുന്നവനാരാണ്? ഈ രണ്ടു കൂട്ടരെയും വ്യക്തമായി മനസ്സിലാക്കാനാണ് അല്ലാഹു ഈ മുസ്ലിം സമൂഹത്തെ പരീക്ഷിക്കുന്നതെന്ന് ഖുർആൻ. ഇപ്പൊ ഒറിജിനൽ മുസ്ലിമാരെ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിമാരെന്ന് ഇപ്പൊ നമുക്ക് അറിയാലോ. ഞാൻ പറയണ്ട, പേരൊന്നും പറയണ്ടല്ലോ. ഞാൻ പറയണോ? എന്തിനാ പറയുന്നത്? ഒറിജിനൽ മുസ്ലിമാരാ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിമാരാ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അദ്വാനിജിയുടെ മോളെ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമാണ്. പുറത്താക്കുവോ ആരല്ലോ? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി BBC റീഡറാണ് സുഹാസിനി, അദ്ദേഹത്തിന്റെ മോള്.
കല്യാണം കഴിച്ചിരിക്കുന്നത് നദീം ഹൈദറാണ്, മുസ്ലിമാണ്. നമ്മുടെ മുഖ്താർ അബ്ബാസ് നഖ്വി അശോക് സിംഗാളിന്റെ മോളെയാ. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അതേപോലെ ഷാനവാസ് ഹുസൈൻ രേണുകയെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, ഹിന്ദു. അപ്പൊ ഈ ഹിന്ദുക്കളുടെ നേതാക്കന്മാരുടെ മക്കളെയാണ് ഇവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് അവരെ പുറത്താക്കാൻ പറ്റുമോ? ആരെങ്കിലും പുറത്താക്കുമോ? പക്ഷെ അവർ ഇസ്ലാമിക പേര് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും കുറെ സാധനങ്ങളൊക്കെ പോയില്ലേ? ഞാൻ ഒന്നും പേരൊന്നും പറയുന്നില്ലല്ലോ, പേരേണ്ട ആവശ്യമില്ലല്ലോ. ഒറിജിനാലിറ്റി ആരാ ഡ്യൂപ്ലിക്കേറ്റ് ആരാന്ന് അള്ളാഹ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാൻ ഇതേപോലുള്ള പരീക്ഷണങ്ങൾ ഇട്ടുകൊടുത്തത്. നോക്കട്ടെ, ഇട്ടുകൊടുക്കാണ് പടച്ചവൻ. മീനിന് ഇട്ടുകൊടുക്കാണ് ആ ഏതാ കയറി കൊത്തുന്നതെന്ന് അറിയാൻ വേണ്ടി. ഒറിജിനൽ ആര്? അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഗവർണർ പേര് മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ BJPയുടെ ഒക്കെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ആയിരിക്കും, പേരിൽ മുസ്ലിം ആയിരിക്കും. ഒരുപാട് പേരങ്ങനെ പേരിൽ മുസ്ലിം കാണും, പല പല ആളുകൾ മുസ്ലിമീങ്ങൾ കാണും. പക്ഷേ അവർ ഇസ്ലാമിനെ കുറിച്ച് തള്ളിപ്പറയുന്നു. വേറെ ഒരു ജാരസന്തതിയായ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു 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 തന്തയില്ലാത്ത സാധനം. ഏതാ തന്തയെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അപ്പൊ അവള് ഞാൻ മുസ്ലിമായിട്ട് അങ്ങനെ പഠിച്ചപ്പോൾ ആ പണ്ഡിതൻ ഇങ്ങനെയായിരുന്നു, ഈ പണ്ഡിതൻ ഇങ്ങനെയായിരുന്നു. അവളെ ആയിരിക്കും ഏതെങ്കിലും പണ്ഡിതൻ പണിഞ്ഞ, അല്ലാതെ നമ്മുടെ ഒറിജിനൽ പണ്ഡിതന്മാരൊന്നും ആയിരിക്കില്ല. അവൾ അങ്ങനത്തെ സാധനം ആയിരിക്കും. പേപ്പട്ടിയെ പോലെ റോഡ് സൈഡിൽ കിടന്ന് എല്ലാവർക്കും കൊടുപ്പ് കേസ്. അപ്പൊ അവളായിരിക്കും ഇങ്ങനെ തുറന്ന് ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്. ഒരിക്കലും ഒരു ഇസ്ലാമിക മാനദണ്ഡമുള്ളവർ പറയില്ല. അതൊക്കെ ഈ കാപട്യത്തിന്റെ മുഖമണിഞ്ഞവരാണ്. ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതെല്ലാം. ഇത് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അല്ലാഹു തരംതിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം അല്ലാഹു ആർക്കാ നൽകിയത് കേട്ടോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി. അയ്യുന്നാസി അശദ്ദു ബലാഅൻ യാ റസൂലല്ലാഹ്, നബിയേ ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ആർക്കായിരുന്നു ഹബീബേ? ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം, കഠിനമായ പരീക്ഷണം, കഠോരമായ പരീക്ഷണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കൾക്കാണ്, പ്രവാചകന്മാർക്കാണ്. നമ്മുടെ മുൻഗാമികളായ 1,24,000-ൽ പരം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ സുഖലോലുപരായിട്ടല്ല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കഠിനമായ പ്രയത്നങ്ങളും കഠിനമായ വേദനകളും സഹിച്ചുകൊണ്ടാണ്, ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പരിശുദ്ധമായ ഈ ദീനിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങൾക്കാണ്. ഏറ്റവും വലിയ പരീക്ഷണം. ഇപ്പൊ നമ്മുടെ വലിയ പരീക്ഷണം എന്താ? പൗരത്വം. കേട്ടോളി, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം പൗരത്വമാണ്. ഈ പൗരത്വ നിഷേധം എവിടെ നിന്ന് തുടങ്ങി? പ്രവാചകന്മാരിൽ നിന്ന് തുടങ്ങിയത്. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ നമ്മളെ മാത്രമാണ്, കേരളക്കരയിലുള്ള നമ്മളെ മാത്രമാണ് ഈ ആട്ടി ഓടിച്ചു വിടുന്നത്, നമ്മളെ മാത്രമായിരിക്കും ഇവർ പറഞ്ഞു വിടുന്നത്. നോ 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 നോ. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരെയൊക്കെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ആട്ടി ഓടിച്ചു. മുൻഗാമികളായ ഓരോരുത്തരുടെ എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. 1-2 കേട്ടോളി. ഉദാഹരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല പറയാണ്, വഖാല അല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ فأوحى إليهم ربهم لنهلكن الظالمين. നമുക്കിപ്പോൾ വലിയ വിഷമമാണ്. നമ്മളെ ഓടിച്ചു വിടുവോ. നമ്മുടെ ഭാര്യയ്ക്കൊക്കെ എല്ലാ ദിവസവും, ഭാര്യയ്ക്ക് വൈകിട്ട് ഒരിക്കലും ഭർത്താവിനെ ചുംബിക്കാത്തവളിപ്പോൾ ദിവസം തോറും 3 ചുംബനം കൊടുത്തിട്ടാണ്. കാരണം ഇനി അറിയാൻ പറ്റൂല, നിങ്ങൾ പാകിസ്ഥാനിൽ പോയാൽ ഞാൻ ബംഗ്ലാദേശിലാവോ, അല്ലെ നിങ്ങൾ ഇനി ബംഗ്ലാദേശിൽ പോയാൽ ഞാൻ പാകിസ്ഥാൻ, നമുക്കിനി ചുംബിക്കാൻ പറ്റൂല. എന്നാൽ ഇരിക്കട്ടെ, വർക്കത്തിനൊരു സുന്നത്തൊന്നും, ഭയങ്കര സുന്നത്ത് ഹയാത്താക്കൊക്കെ ഇപ്പോൾ ജോലി സംഭവം അറിയാൻ പറ്റുന്നില്ല. ഓടിച്ചു വിടുക ഒന്നും ഇല്ലയോ എന്നുള്ളത്. പെണ്ണുങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്.
അപ്പം നമ്മൾ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ. അവരെയൊക്കെ നമ്മളൊന്ന് സമാധാനിപ്പിച്ചു കൊടുക്കണം. തമാശ തന്നെയല്ല, ഞാൻ കാസർഗോഡൊക്കെ പ്രസവിക്കാൻ പോകുമ്പോൾ എന്നോട് സംഘടകർ പറയാം, ഉസ്താദെ പെണ്ണുങ്ങളൊക്കെ വലിയ വിഷമത്തിലെ ടെൻഷനിലാണ്, എല്ലാവരും ഇങ്ങനെ വേറെ ജയിലിലൊക്കെ അവിടെയൊക്കെ ആസാമിലൊക്കെ ഇട്ടിക്കുന്നുണ്ടാവും, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൊണ്ടിടുവോ, പിന്നെ നമ്മളൊക്കെ എന്താവും, വലിയ പേടിയാണ്, ഭയങ്കര ടെൻഷനാണ്. നമ്മളെങ്ങാണ് അവരെ കളഞ്ഞിട്ട് പോവുക അബീവേ? നമ്മൾ അള്ളാഹുവിനോട് എടുത്ത ഏറ്റവും വലിയൊരു കരാറല്ല, ഉസവ്വജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീം ബിഇഹ്സാൻ. ഒരു ഭാര്യയായിട്ട് നമ്മൾ അവളെ കൈക്ക് പിടിച്ച് ഏറ്റെടുക്കുന്ന ഒരു കരാറെന്ന് പറഞ്ഞാൽ വാഖദ്ന മിൻകും മീസാഖൻ ഖലീല, ബലിഷ്ഠമായ കരാറാണ്. അതിൻ്റെ അർത്ഥം എന്താ? നീ തിന്ന അവളെയും തീറ്റിക്കണം, നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കണം, നീ നല്ല റാഹത്തടി ജീവിക്കും, അവളെ നീ ജീവിപ്പിക്കണം. അപ്പം നീ ജീവിക്കുന്നുണ്ട്, ഇവിടെയുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ അവൾ നിന്നോടൊപ്പം ഉണ്ടാകും. അതല്ലാതെ നീ അവളെ വിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ പോവാണെങ്കിൽ ഒരുമിച്ചേ പോവുള്ളൂ, അല്ലാതെ പോവില്ല. അങ്ങനെ പേടി വേണ്ട. നമ്മുടെ ഭാര്യയെ കളഞ്ഞിട്ട് നമ്മളൊന്നും എങ്ങോട്ടും ഇൻഷാ അല്ലാഹ് പോവില്ല കേട്ടോ. പിന്നെ നമ്മളെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോകാതിരുന്നാൽ മതി. അതൊന്ന് സൂക്ഷിച്ചാൽ, അതൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇപ്പം കാണുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയട്ടെ? അൽഹംദുലില്ലാ സമയമായോ? ഒരു 3 സ്വലാത്ത് ചൊല്ലിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോലരി സമയമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഏതൊരു പ്രശ്നത്തിൽ ഞങ്ങൾ ദുഃഖിതരാണോ അത് ഞങ്ങൾക്ക് വിജയിപ്പിച്ച് തരണേ പടച്ചവനെ, സന്തോഷിപ്പിക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ പിറന്ന മണ്ണ് അത് ഞങ്ങളുടെ സ്വന്തം അവകാശമാണ്, അത് ഞങ്ങൾക്ക് നീ നേടിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ കേസുകളെല്ലാം വിജയിപ്പിച്ച് അനുകൂലമാക്കണേ അള്ളാഹുവെ. അധികാരികളുടെ ഹൃദയങ്ങളെ റഹ്മത്ത് കൊണ്ട് കരുണ കൊണ്ട് നീ മാറ്റിമറിക്കണേ പടച്ചവനെ. എല്ലാവരും ആ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ബിസ്മിയും പറഞ്ഞൊരു നിയത്ത് ചെയ്ത് എല്ലാവരും ആ പോക്കറ്റിൽ നിന്ന് കൈയിട്ടൊരു കാര്യമായൊരു സ്വതക്ക, എല്ലാവരും ഒരു കാര്യമായ സ്വതക്ക നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇടണം. എന്നിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കവർ തരും. നാളെയും കൂടെ നമ്മുടെ ഈ പരിപാടിയുണ്ട്, 2 ദിവസമേ ഉള്ളൂ. പിന്നെ നിങ്ങളിരുന്ന് താത്തൊന്നും ചോദിക്കാനൊന്നും ഇവിടെ അങ്ങ് ആരുമില്ല. മനുഷ്യനത് വയ്യാതാനും. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ഒരു 500 ഒരു 1000 അൽഹംദുലില്ലാ 2 ദിവസം ഇവിടെ പറഞ്ഞല്ലോ ഈ ചെലവ്. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ വഅലാണ്. ഇവിടെ നല്ലപോലെ ഒരു നസീഹത്ത് നമുക്കെല്ലാവർക്കും സഹോദരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. എന്നാലും ഇത് വെറുതെ ഒന്നും പറ്റില്ല. ഈ മൈക്കാരന്മാർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, നമുക്ക് വണ്ടി കൂലിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില്ലറൊക്കെ തരണ്ടേ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊക്കെ വരുമ്പോൾ ഒരു തുക ചിലവ് വരുമ്പോൾ എന്തെങ്കിലും ഒരു സദഖ നിങ്ങളുടെ ബർക്കത്തായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുണ്ട്. നാളെ ഞാൻ കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരും ഇന്ത്യയുടെ ഒക്കെ. തീർന്നില്ല പരിഹാരം, ഇതിന് പരിഹാരം, പ്രതിസന്ധികൾക്ക് പരിഹാരം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്ന് നാളെ ഈ 2 ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം. എന്നാലേ എന്താണ് നമുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ തരുന്ന കവറിൽ എന്ത് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് ഒരു ഇത് റാഹത്തായിട്ട് തോന്നിയാൽ അൽഹംദുലില്ലാ വർഷം തോറും നടക്കുന്ന ഈ പരിപാടി പടച്ചവനെ ഹൈറാക്കണം എന്ന് പറഞ്ഞാൽ ഒരു 500 ഒരു 313 ഒന്ന് നിയത്ത് ചെയ്ത് എന്താ അവിടുത്തെ ആ ഒരു പണ്ടാരം അതൊന്ന് ഒഴിഞ്ഞു കിട്ടി റാഹത്താവാൻ വേണ്ടി നിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് കൊടുക്കും. നമുക്ക് നാളെ നല്ലപോലെ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ, അല്ലാഹ് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അതെല്ലാവരും പൈസ ഇട്ടോളി, ബാക്കി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. സമയമില്ല, നമുക്ക് പെട്ടെന്നൊക്കെ നിർത്തണം, പരീക്ഷയൊക്കെ അടുത്ത് വരുന്നത് കൊണ്ടേ. അതിനാണ് 8:30 10:30 നമ്മുടെ ടൈം അതാണ്. 8:30 to 10:30, 10:30 ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ആ നിയമങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് നമുക്ക് നിർത്താം. പിന്നെ തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ പിന്നെ താമസിക്കൂല, അത് എൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങി നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാം. പിന്നെ 10:30 കഴിയുമ്പോൾ ഇനി ആർക്കെങ്കിലും ചൊറിച്ചിൽ വന്നിട്ട് പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് അവർ വന്നിട്ട് പിന്നെ മൈക്ക് ഓഫാക്കാൻ പറഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട, ആയത്തായിട്ട് സമയം അതിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം, അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ കവറോട് കൊടുത്തോളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ നാളെയും കൂടെ വരുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൈ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ പിരിവൊന്നും അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്നില്ല. ഇതിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളും ബാക്കി വരുന്ന ഇവിടുത്തെ സാധുക്കളെയൊക്കെ സഹായിക്കും. അൽഹംദുലില്ലാ സന്നദ്ധ സംഘടനകളാണ് ഇവർ. അപ്പോൾ അവർ അത് ഒന്നും വേസ്റ്റ് ആക്കൂല, ഉറപ്പാണ്, അത് ഉറപ്പാണ്, 100% എനിക്കത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന 1 രൂപ അത് നന്മയിലേക്ക് എത്തുള്ളൂ. അതിൻ്റെ ബർക്കത്ത് ഇവിടെ കാണും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ബിസ്മില്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചോണേ, ഇത് വിഷയം വിട്ടുപോകല്ലേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ, വിഷയം വിട്ടുപോകല്ലേ. വിഷയം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ പോക്കറ്റിൽ കൈയിടാൻ മറന്നു പോകരുത്, അതും നോർത്തോണം. ശ്രദ്ധിച്ചോണം, ബക്കറ്റ് കൊണ്ടുവരുമ്പോഴേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാർക്കുണ്ടായ സംഭവം എന്താണ്?
ആദ്യമായിട്ട് ഓരോരോ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലെ നമുക്ക് തുടങ്ങണം. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. അതിന് ചരിത്രം ഉണ്ട് കേട്ടോ. ആദ്യത്തെ പൗരൻ ആര്? ഇന്ത്യയുടെ. ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ പിന്നെ ഒരുപാട് ചരിത്രം പറയേണ്ടി വരും. എന്നാലും ഒന്ന് കേട്ടോളി. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഹമാര പിതാജി കോൻ ഹേ? ഏ ഭായിയോ ബഹനോ ചോദിക്കൂലേ? ഏ ഭായിയോ ബഹനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാൽ ഖിലയുടെ മോളിൽ കയറി എന്നൊക്കെ പറയുമ്പോ ആരാണ് പ്രഥമ പൗരൻ? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അറിയോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ? കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബീവി ഹവ്വ, രണ്ടുപേരും കൂടെ അല്ലാഹു തആല പറഞ്ഞു, ഏയ് ആദമേ, ആ പരിസരത്ത് കണ്ടോ, ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാകാനുള്ള കാരണം അനുസരണക്കേടാണ്. നല്ലപോലെ മനസ്സിലാക്കിക്കോ. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾ രണ്ടുപേരും ഈ വൃക്ഷത്തിന്റെ പരിസരത്ത് അടുക്കരുത് കേട്ടോ. ഇവിടെ അടുത്ത നിങ്ങൾ രണ്ടുപേരും ലാലിമീങ്ങളാവും. അള്ളാഹ് പറഞ്ഞ വാക്കതാണ്. അനുസരണക്കേട് കാണിച്ചാൽ ലാലിമാവെന്ന പറഞ്ഞ, അക്രമിയാവെന്ന പറഞ്ഞ വാക്കതാണ്. ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയോ പോയ തക്കം നോക്കിയിട്ട് ഈ ശൈത്താൻ വന്നിട്ട്, ഇബ്ലീസ് വന്നിട്ട് പെണ്ണിനെ കുടിച്ച്. അതാണ് എല്ലാവരും ഈ പെണ്ണിനെ കൊടുക്കുന്ന സ്വഭാവം. പെണ്ണുങ്ങളെ കൊടുക്കുക. ഇപ്പം പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. ഈ നമ്മുടെ പൂർവിക വിദ്യാർത്ഥികൾ അവരുടെ പഴയ നമ്പരൊക്കെ പിടിച്ചിട്ട്, പഴയ നമ്പറുകളൊക്കെ പിടിച്ചിട്ട് അവർ തമ്മിൽ ഇതൊക്കെ ലൈൻ അടി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികൾ, ഈ സ്കൂൾ കുട്ടികളൊക്കെ ഈ ലൈൻ അടിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് കൊതി വരുന്നു. പക്ഷേ പണ്ടൊന്നും നമുക്കിത് പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ഗവേഷണം ചെയ്ത് നോക്കും. മുട്ടയൊക്കെ എടുത്തിട്ട് അതിനകത്ത് കളം വരച്ചിട്ട് നമ്മുടെ പഴയ കൂട്ടുകാരന്മാരുടെ നമ്പരെല്ലാം തപ്പി പിടിച്ചിട്ട് ഹായ് കൂയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ മെസ്സേജുകളൊക്കെ ഇട്ടിട്ട് ആ പൂർവിക വിദ്യാർത്ഥികൾ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ആണും പെണ്ണും കൂടെ അങ്ങനെ പിന്നെ ചോദിച്ച് ആദ്യം പറയും നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരവും പോയി അളിയ, സമയവും പോയി അളിയ, എൻ്റെ ചാരിത്ര്യവും പോയി അളിയ, എൻ്റെ കുടുംബവും പോയി അളിയ. ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇത് ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ അപമാനിതരാകും. പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് നിലനിർത്തട്ടെ. നമുക്കൊരു കുടുംബമുണ്ട്. നിന്റെ കൂട്ടുകാരുമായിട്ട് നീ സംസാരിച്ചോ. എന്തുകൊണ്ട് പ്രദീപ വിശേഷ സുഖമല്ലേ, കുടുംബജീവൊക്കെ റാഹത്തല്ലേ, മക്കളൊക്കെ സന്തോഷമാണല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, ആ ശരി, ഓക്കെ. പിന്നെ കാളവാല് പൊക്കുന്ന രീതിയിലെ മെസ്സേജ് വന്നാൽ അറിയാം ഇത് സംഭവം മോനെ ദിനേശ, ഇത് വേണ്ട, എനിക്കൊരു കുടുംബമുണ്ട്, 3 മക്കളുണ്ട്, അതൊക്കെ ഉണ്ട്, ഈ പണി വേണ്ട, അതുകൊണ്ട് നീ നിർത്തിയാലേ, നമ്മളുള്ള ബന്ധം കളയണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്കാക്കി ഡിലീറ്റ് ആക്കിയത്. ഹലാസ്, തീർന്നല്ലോ. ഇനി അല്ലാതെ അവൻ കുറേ ഓഫറുകൾ നിനക്ക് ഇട്ട് തരും. നീ ആ ഓഫറുകളൊക്കെ സ്വീകരിക്കും. അവൻ പറയുന്ന സ്ഥലത്ത് നീ വരാൻ പറയും. നീ അങ്ങോട്ട് പോകും. അവന് ഒരു ദിവസം നിന്നെ ഒന്ന് വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവനോട്ടുള്ള ബന്ധം തരും. പിന്നെ അവൻ നിന്നെ ബ്ലോക്ക് ആക്കിക്കോളും. നീ പിന്നെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ല. നിന്റെ ബ്ലോക്ക് തുറക്കും, അവൻ്റെ ബ്ലോക്ക് അടയും. അതാ സംഭവം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയോ, അത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പോവാന്നോ? ആ, പെട്ടെന്ന് വിട്ടേക്കെന്നാ. കേട്ടോളി, വിഷയങ്ങളൊക്കെ ഒന്ന് കേട്ടോളി. കേട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബിയുടെ ഭാര്യയെ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി. ആദം നബിയുടെ ഭാര്യ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി. അങ്ങോട്ട് വീണു, അതിലങ്ങോട്ട് വീണുപോയി. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നതാണ് ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വീഴുന്നത് കേട്ടോ. അന്ന് അവിടെ കൊല നടന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ കൊല നടക്കാനുള്ള കാരണം. അതിനുള്ള കാരണങ്ങൾ അതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അന്ന് നമ്മുടെ പെണ്ണിനെ അവിടെ കുടുക്കി, നമ്മുടെ ഉമ്മയെ അവിടെ കുടുക്കി, അതിൽ വീണു. അത് വേറെ ലൈനടിയൊന്നും അല്ലായിരുന്നു. അത് പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ തീറ്റിച്ചു. അപ്പൊ അള്ളാന്റെ ഓർഡർ വന്നു, ഇവിടെ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഇവിടെ പൗരത്വമൊന്നുമില്ല, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വണ്ടി വിടാൻ തീരുമാനിച്ചു. അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസ്മസ് ആക്കി തിരിച്ചെടുക്കൂലല്ലോ. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുക, തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്ക്, ഇവിടുന്ന് പോയിക്കോ, അനുസരണക്കേട് കാണിച്ചല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരാജ്യങ്ങളിൽ വെച്ച് ഏത് മണ്ണിലേക്കാണ് ഇറക്കാൻ തീരുമാനിച്ചതെന്നറിയോ? ലോകത്തിന് 247 രാഷ്ട്രങ്ങളുണ്ട്. ലോകത്തിന് 247 രാഷ്ട്രം, 196 രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുണ്ട്. അംഗത്വം ഇല്ലാത്തതും കൂടെ ചേർത്താൽ 247 രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തുണ്ട്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാജ്യങ്ങളിൽ വെച്ച് ആദം നബിയെ ഇറക്കാൻ തീരുമാനിച്ചത് മഹത്തായ ഈ ഭാരതത്തിന്റെ മണ്ണിലാണ്. അമേരിക്കയിൽ അള്ളാഹ് ഇറക്കാൻ തീരുമാനിച്ചില്ല, ഇംഗ്ലണ്ടിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല, യൂറോപ്പിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യയിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മണ്ണിലാണ്, ഇന്ത്യയുടെ മണ്ണിലാണ്. അതുകൊണ്ട് പ്രഥമ പൗരൻ ആര്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെയാണ് ഇറങ്ങിയത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ ഹബതല്ലാഹു ആദമ ഇലൽ അർളി ബിദജ്നാ ഐ അർളുൽ ഹിന്ദി. ദജ്ന എന്ന് പറയുന്ന മണ്ണിലാണ്, ഭൂമിയിലാണ് അല്ലാഹു തആല ആദ്യമായിട്ട് ആദം നബിയെ ഇറക്കിയത്. അന്ന് ആ ദജ്ന എന്ന് പറയുന്നത് സറൻ ദ്വീപാണ്, അത് ശ്രീലങ്കയാണ്. ഇന്നും നിങ്ങൾ തമിഴ്നാട്ടിൽ രാംനാട് ഡിസ്ട്രിക്റ്റിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒന്നുകൂടെ നിങ്ങൾ മുന്നോട്ട് നടന്നാൽ ഖാബീൽ, ഹാബീൽ, ഇഖ്ഹിമ എന്ന് പറയുന്ന ആദം നബിയുടെ 3 മക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. രാമേശ്വരം പാമ്പൻ പാലം കേട്ടിട്ടുണ്ടോ? രാമേശ്വരം പാമ്പൻ പാലം, കടലിലൂടെ ഒരു പാലമുണ്ട് തമിഴ്നാട്ടില്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി എവിടെയാണ് ഈ ഖാബീൽ ഹാബീലിന്റെ മക്ബറ. പോയാൽ കാണാം 70 മുഴ നീളത്തിൽ 2 ഖബർ കാണാം. അവിടെ നിന്ന് കടൽ മാർഗം 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആദം മലയിലെത്തും. കടൽ മാർഗം സിലോൺ, ശ്രീലങ്ക. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല, അതെ, അടുത്ത രാജ്യമായി പോയില്ലേ. അപ്പൊ അന്ന് ഇതെല്ലാം സിന്ധുവിൽ പെട്ടതാണ്, ഇന്ത്യയിൽ പെട്ടതാണ്. അന്ന് ഇതെല്ലാം മനസ്സിലാക്കണം. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇറങ്ങിയത്. ഇന്നും ആദം നബിയുടെ പാദസ്പർശമേറ്റ അടയാളം അവിടെ ഉണ്ട്. ആദം മല എന്നാണ് അവിടെ അറിയപ്പെടുക, ആദം മല. ഇന്ന് അറബികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നും അവിടെ സന്ദർശകരുണ്ട്. ആദം മല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 70 മുഴമാണ് നീളം. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം ആദം നബിയെ ഇറക്കിയപ്പോ, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോ വകാന റഅസുഹു ഫിസ്സമാ, ആദം നബിയുടെ തല ആകാശമുട്ടേ നിൽക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബിയുടെ നീളം അല്ലാഹു തആല തഅറസഹു ഇലാ 70 ദിറാഅ, 70 മുഴമായി അല്ലാഹു കുറച്ചു. 70 മുഴാക്കി കളഞ്ഞു. ആകാശമുട്ട നീളം ഉണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ. എല്ലാം കാണാം, മലക്കളെയും കാണാം, മലക്കളുടെ ശബ്ദം കേൾക്കാം, അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നീളം കുറച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പരാതിപ്പെട്ടു, യാ റബ്ബി, പടച്ചവനേ, ഇന്നി ലാ അസ്മഉ അസ്വാതൽ മലായിക വലാ അഹ്സുഹും. അല്ലാഹുവേ, ഇന്ന് വരെ മലക്കുകളുടെ സംസാരങ്ങളും അവരുടെ ചലനങ്ങളും ഞാൻ അവരുടെ ശൈലികളും ശബ്ദമാധുര്യവും കേട്ടവനാണ്. അല്ലാഹുവേ, നീ എൻ്റെ നീളം കുറച്ചു പോയല്ലോ, അവരുടെ സംസാരങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. വിഷമം പറഞ്ഞു. അല്ലാഹ്, പടച്ചവനെ, നീളം നീ കുറച്ചു കളഞ്ഞല്ലോ, എന്റെ നീളം നീ കുറച്ചു കളഞ്ഞല്ലോ പടച്ചവനെ, എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹുവേ. അല്ലാഹു തആല മറുപടി പറഞ്ഞു, എന്തിനാണ് നീളം കുറച്ചതെന്ന് അറിയോ ആദമേ? ഖതീഅതുക യാ ആദം, ആദമേ, നീ ചെയ്ത പാപമാണ് നിന്റെ നീളം കുറയാൻ കാരണം. ഒരു പാപം ചെയ്യാതെ അല്ലാഹു തആല ഒരു പണിഷ്മെന്റ് നമുക്ക് തരൂല. അവിടത്തെ ചെയ്ത തെറ്റില് അല്ലാഹു തആല പൗരത്വം എടുത്ത് കളഞ്ഞ് അങ്ങോട്ട് വിട്ടു, നീളവും കുറച്ചു കളഞ്ഞു അല്ലാഹു തആല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർന്നില്ല. ഈ ഇടങ്ങേറാക്കിയ പെണ്ണുമ്പുള്ള ഭാര്യ അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. രണ്ടുപേരും 2 സ്ഥലത്താക്കി കളഞ്ഞു അല്ലാഹു തആല. അതാണ് നോക്കണേ. ഇന്ന് വരെ മക്കയിൽ ബഹുമാനപ്പെട്ട ഹവ്വ ബീവിക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഈ മക്കയിൽ വന്നു പോരെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ഈ മക്കയിൽ വന്നു പോകരുത്. ഹവ്വ ബീവിക്ക് മക്കയിൽ വരാൻ പറ്റിയിട്ടില്ല. ഹവ്വ ബീവി എവിടെ അടങ്ങിയത്? ജിദ്ദയിൽ. അതിനാണ് ജിദ്ദയ്ക്ക് ജദ്ദ എന്ന പേര് വന്നത്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുമ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. ജദ്ദത്ത്, ഉമ്മുമ്മ എന്നർത്ഥം. അവിടെയാണ് അടക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും അല്ലാഹു തആല ഒന്ന് യോജിപ്പിച്ചു. എവിടെ വെച്ചാണ്? അറഫയിൽ വെച്ച്. അവർ രണ്ടുപേരും അറഫയിൽ വെച്ച് സംഗമിച്ചപ്പോ പരിചയപ്പെട്ടു, കണ്ടു, സന്തോഷിച്ചു. അങ്ങനെ പരസ്പരം അവർ അറിഞ്ഞു. അതിന്റെ പേരിലാണ് തആറഫ എന്ന
പേരാണ് അറഫായിക്ക് അല്ലാഹു തആല ഇട്ടത്. അറഫ എന്ന പേര് പരസ്പരം അറിയുക. ഇന്നും അതേപോലെയല്ലേ? കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ അറഫ മൈതാനിയിലാണ് ഒരുമിച്ച് കൂടുക. ആ അറഫ മൈതാനിൽ പരസ്പരം നമ്മൾ അറിയും പലരെയും. അതുകൊണ്ടാണ് അറഫ മൈതാനത്തിന് അറഫ, അറിഞ്ഞു എന്ന പേരിടാനുള്ള കാരണം. മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട്. സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, റബ്ബനാ അരിനാ മനാസികനാ, എനിക്ക് നീ ഹജ്ജ് ഒന്ന് പഠിപ്പിച്ചു താ നാഥനേ. ഹജ്ജ് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറയാണ് ഹജ്ജ്. അപ്പൊ ഈ ഹജ്ജിന്റെ ക്ലാസ് എടുക്കണ്ടേ? ഹജ്ജിന്റെ ക്ലാസ്സിൽ പോകണ്ടേ? ഹജ്ജ് പഠിക്കണം, ഉംറ ചെയ്യേണ്ടത് പഠിക്കണം, ഹജ്ജ് ചെയ്യേണ്ടത് പഠിക്കണം. അത് നല്ല നിലയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹജ്ജ് ക്ലിയർ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കൊണ്ട് 4 ലക്ഷം രൂപ കളഞ്ഞിട്ട് വരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തു, അരിനാ മനാസികനാ, പടച്ചവനെ ഹജ്ജിന്റെ മനാസിക്കുകളെ നീ ഒന്ന് പഠിപ്പിച്ചു തരണമേ നാഥാ. ഉടനെ അല്ലാഹു ജിബ്രീലിനെ അയക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ വഹിച്ചുകൊണ്ട് ജിബ്രീൽ ഹജ്ജിന്റെ മനാസിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനമായി അറഫ മൈതാനിയിൽ ജിബ്രീലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും എത്തുകയാണ്. അവിടെ എത്തിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, അറഫ്തു യാ ജിബ്രീൽ, ഹജ്ജ് എന്താണെന്ന് ഞാനിപ്പോ പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി ജിബ്രീൽ. അങ്ങനെ അറഫ എന്ന പേര് അവിടെ വന്നു. അതിനാണ് ഈ അറഫ എന്ന പേര് വന്നത്. അറിഞ്ഞു, മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹവ്വ ബീവിയെയും 2 ധ്രുവത്തിലാക്കി. മക്കയിൽ വരരുതെന്ന് ഓർഡർ ഇട്ടു. അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഭൂമിയിലിറക്കി. വർഷങ്ങളോളം അവർ ദുആ ചെയ്തു. എവിടെ ഇറങ്ങിയത്? ശ്രീലങ്കയിൽ, ഈ ഭാരതത്തിന്റെ മണ്ണിൽ. ഒരു ഹദീസ് കേട്ടോ, നല്ലപോലെ കേട്ടണം. ആദം നബിയാണ് നമ്മുടെ പ്രഥമ പൗരൻ. ഓർത്തോ, കളി വേണ്ട. ഇന്ത്യയിൽ നമ്മളോടുള്ള കളിയൊന്നും വേണ്ട. ഇതെല്ലാം പ്രശ്നങ്ങളിലേ തീരുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ഉദരജീവികളും പല പ്രാണികളും ആദം നബിയെ ഇടങ്ങേറാക്കാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ട് ഭാര്യയില്ല, കൂട്ടുകാരുമില്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ് ആദം നബി. ഇങ്ങനെ ഇതേപോലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. ഇപ്പൊ നിങ്ങളെ അങ്ങോട്ട് പോകുമ്പോൾ ഗൂഡല്ലൂർ കാട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയാൽ രാത്രിയായ എന്തായിരിക്കും രംഗമെന്ന് ആലോചിച്ച് നോക്കും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കയ്യിലും കാലിലും ഒക്കെ പാമ്പുകളൊക്കെ കയറാനൊക്കെ തുടങ്ങി. ഉടനെ അല്ലാഹു തആലയോട് പറഞ്ഞു, പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ, ഇനി വല്ലാത്ത കുടുക്കിൽ എന്നെ നീ പെടുത്തിയില്ലേ. ആദം നബി തൗബ ചെയ്തു. എന്താണ് ആ തൗബ? ആ തൗബയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓർത്തോ, എപ്പോഴും ചെയ്തോണം. എന്താ അതിനകത്തുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഒരു പ്രവാചകൻ പറയുന്ന വാക്കാണ്. റബ്ബനാ ളലംനാ. ഒരു പ്രവാചകൻ പറയാണ്, ഞാൻ അക്രമിയായി അല്ലാ. ഇന്ന് നമ്മൾ പലരെയും നോക്കി നീ ലാലിമാണെന്ന് നമ്മൾ പറയാറില്ലേ? അതേ വാക്ക് തന്നെയാണ് ഒരു പ്രവാചകൻ പറയുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാ. ഞങ്ങൾ അക്രമികളായി പോയി അല്ലാ. നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടത്തിലാകും അല്ലാ. അതുകൊണ്ട് ഞങ്ങളോട് നീ കരുണ ചൊരിയണേ അല്ലാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകാന്തത അനുഭവപ്പെട്ടപ്പോ പടച്ചവനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവലാതി പറയുകയുണ്ടായി. ഉടനെ ആദം നബിക്കൊരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും ഒരു കൂട്ടിനും വേണ്ടി ഫനസല ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ത്യയിലേക്ക് അല്ലാഹു അയക്കുകയാണ്. പ്രഥമമായി ദൂതനായ ജിബ്രീൽ വന്ന മണ്ണാണ് ഈ ഭാരതത്തിന്റെ മണ്ണെന്ന് ഓർക്കണേ. വെറുതെയല്ല ജിബ്രീൽ വന്നത്. ഫനാദാ ബിൽ അദാൻ, ആദം നബിയുടെ അരികിൽ നിന്ന് ജിബ്രീൽ ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്കിലൂടെ ബഹുമാനപ്പെട്ട ആദം നബി കേൾക്കുകയാണ്. ഫലമ്മാ സമിഅ ദിക്റ മുഹമ്മദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ബാങ്ക് വിളിച്ചപ്പോ അതിൽ മുഹമ്മദിന്റെ പേര് വന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ ഹാദാ മുഹമ്മദുൻ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ മുഹമ്മദ് ആരാണ്? ഉടനെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ മറുപടി പറയുകയാ, ഹാദാ ആഖിറു വലദിക മിനൽ അംബിയാ, അംബിയാ മുർസലീങ്ങളിൽ അവിടുത്തെ പരമ്പരയിൽ, അവിടുത്തെ സന്താന പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണ്. ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച്, ഈ ബാങ്കിനെ വിളിക്കാൻ പാടില്ല എന്നല്ലേ പറയാ. ഇവിടെ വന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ബാങ്ക് വിളിച്ച് ആദ്യം, എന്നിട്ട് ഈ ബാങ്ക് വിളിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ജിബ്രീൽ ഇറങ്ങിയ മണ്ണാണ്. ആ ജിബ്രീൽ ഒരു വടി കൊണ്ടുവന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. ആ വടിയാണ് കാലക്രമേണ മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ടെന്ന ചരിത്രം അറിയില്ലേ? സ്വർഗത്തിൽ നിന്ന് കുറച്ച് വിഭവങ്ങളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്തിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തൊന്നും ആദം നബി തന്നെ കൊണ്ടുവന്നൊന്നുമുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവരൂലേ, നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ഉടനെ ഭാര്യയ്ക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, ബാക്കിയൊക്കെ സാധനം ഗോഡൗണിൽ വരുന്നുണ്ട്. എന്നാലും കയ്യിൽ കുറച്ച് കൊണ്ടുവരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തു. അതിലൊന്നാണ് ആ വടി, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത വടി. അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ കടന്ന് വന്ന് പല പല പ്രവാചകന്മാരിലൂടെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ആ വടി, അത് അടിക്കാൻ പറഞ്ഞില്ലേ, കല്ലിലൂടെ ഉറവ വന്നതും കടലിൽ അടിക്കാൻ പറഞ്ഞതൊക്കെ വെറും സാധാരണ ഒരു വടിയല്ല, അത് സ്വർഗത്തിൽ നിന്ന് വന്ന വടിയാണ്. അതേപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഊദ് കൊണ്ടുവന്നു. ആ ഊദാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആസാമിലാണ്. അതുകൊണ്ടാണ് ആസാം മുതൽ പണി തുടങ്ങുന്നത്. മനസ്സിലായോ? അറബികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഊദുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ ഊദാണ് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് എവിടെയാ കൂടുതലുള്ളത്? ആസാമിലാണുള്ളത്. അതാണ് ഊദ്. അവിടെ നിന്ന് ഈ മുസ്ലിങ്ങളെ മൊത്തം ഇവിടെ നാട്ടി ഓടിച്ചാലേ ഇതും കൂടെ അമ്മക്ക് ഇപ്പൊ കരസ്ഥാക്കാൻ പറ്റുള്ളൂ. പണി തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഏലം കൊണ്ടുവന്ന്, ഏലം ലോകത്ത് ഏറ്റവും കൂടിയ സ്പൈസസ് ഐറ്റംസ്, ഏറ്റവും വില കൂടിയതും ഏറ്റവും വെരി പ്യുവർ ഓർഗാനിക് സാധനം, സ്പൈസസ്, ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങൾ എവിടെയുള്ളത്? അത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തമ്പടിച്ചത്. മൂന്നാറില്, ഇടുക്കിയില്, ഇവിടൊക്കെ തമ്പടിച്ചത്. അവിടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കോട്ടകളൊക്കെ നമുക്ക് കാണാമല്ലോ, തുരങ്കങ്ങൾ കാണാമല്ലോ. ഇവിടെ നിന്നാണ് ആ സാധനങ്ങളൊക്കെ അവർ അങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി പോയത്. ഏറ്റവും നല്ല സാധനം ഇവിടെയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ, ആര് കൊണ്ടുവന്നു ഇതിന്റെയൊക്കെ തബറുക്ക്, ബർക്കത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കേരളക്കരയിലേക്ക് ആ ബർക്കത്ത് അല്ലാഹു തആല വ്യാപിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിലെ ഒരു സ്വഹാബി ഇഞ്ചി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അന്ന് കേരളത്തിൽ നിന്ന് നബി തങ്ങൾക്ക് ഇഞ്ചി കൊടുക്കണമെങ്കിൽ ആര് പോകണം? ഇന്ന് ഇന്ത്യയിലെ ഒന്നാമത്തെ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ മസ്ജിദാണ്. ചരിത്രത്തിൽ ചക്രുത്തി പെരുമാൾ എന്ന സ്ഥാനം പിടിക്കപ്പെട്ട താജുദ്ദീൻ നബി തങ്ങൾ പരിശുദ്ധമായ ജിദ്ദയിൽ തമ്പടിച്ചപ്പോ ആ താജുദ്ദീൻ എന്ന് പറയുന്ന ചക്രുത്തി പെരുമാൾ താജുദ്ദീൻ എന്ന പേരിന് അർഹനായി നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി സ്വഹാബിയായെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇഞ്ചി സുലഭമായി ലഭിച്ചിരുന്ന കേരളത്തിലാണ്. അന്ന് ഇഞ്ചി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾ മദീനയിൽ ഇരിക്കുമ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
സിന്ധിൽ നിന്ന് ഒരു സഹോദരൻ ഒരു പൊതിക്കെട്ട് നബി തങ്ങളുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. അള്ളാന്റെ റസൂൽ അത് തുറന്നിട്ട് ഓരോ കഷണം ഞങ്ങൾ 10 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് അള്ളാന്റെ റസൂൽ വെച്ച് നീട്ടുകയുണ്ടായി. അത് സഞ്ചബീലായിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സഞ്ചബീൽ എന്ന് പറയുന്ന ഇഞ്ചി അന്ന് സുലഭമായി ലഭിച്ചിരുന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ്. മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിൽ കാലുകുത്തുകയും ഇവിടെ നിന്ന് നബി തങ്ങൾ ആ ഇഞ്ചി ഭക്ഷിക്കുകയും ചെയ്തതിന്റെ ബർക്കത്താണ് ഈ നാട്ടിൽ അല്ലാഹു തആല ഇറക്കിയ ഓരോ അനുഗ്രഹങ്ങളും. ചരിത്രത്തിൽ നിലമ്പൂരുകാരാ നിങ്ങൾക്ക് ഒരു അനുഭവമുണ്ട്. ഇവിടത്തെ തേക്കിന്റെ കഷണം കൊണ്ടാണ് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ കാല് പണിതതെന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് തേക്ക് സുലഭമായിരുന്നത് നിങ്ങളുടെ സ്വന്തം നാടായ നിലമ്പൂരിന്റെ മണ്ണിലാണ്. ഒരുപക്ഷെ നിലമ്പൂരിൽ നിന്നായിരിക്കാം എന്ന് പറഞ്ഞ നാളെ ഇവറുകൾ കളിക്കണ്ട. ഇവർ അമ്മടെ തേക്ക് കൊണ്ട് ആയിഷ ബീവി കട്ടിലിന്റെ കാലുണ്ടാക്കി. ചരിത്രത്തിലുണ്ട് കേരളത്തിന്റെ ഒരു തേക്ക് കൊണ്ടുപോയിട്ട് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ കട്ടിലിന്റെ കാലുണ്ടാക്കിയത്. വെറുതെ ആണുള്ള ബർക്കത്ത് ഇവിടെ. എല്ലാ നാടിനേക്കാളുള്ള ബർക്കത്ത് എന്തുകൊണ്ടാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അടങ്ങിയത് എവിടാ? ഒമാനിലാണ്. ഒമാന് മൊത്തം മരുഭൂമിയാണ്. അവിടെ ഒരു പച്ചയുമില്ല. പക്ഷെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു തആല അദ്ദേഹം അടങ്ങിയിരിക്കുന്ന സലാല ഒന്ന് പോയി നോക്ക്, കേരളം പോലെയാണ്. പോയിട്ടുണ്ടോ സലാലയിൽ? ഒന്ന് പോണം. മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, കരിക്ക്, ഇളനീര്, വാഴ, നെല്ല്, അരി, കപ്പ, മരച്ചീനി, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എല്ലാ വർക്കത്തും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പടച്ചോനെ നമ്മളിപ്പോൾ നിലമ്പൂരിലൂടെയാണോ പോകുന്നത്, കേരളത്തിലൂടെയാണോ പോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം എന്താ? അവിടെ കിടക്കുന്നതാരാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവനാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചത്. നമ്മൾ ചിന്തിക്കണം, അതിന്റെ ബർക്കത്താണ് കേരളം. അതുകൊണ്ടാണ് യൂറോപ്യൻകാർ ഗോഡ്സ് ഓൺ കൺട്രി, ഖൈറുള്ള, അറബികൾ വിളിച്ചിരുന്ന വിളിയാണ് ഖൈറുള്ള. ഖൈറുള്ള ഖൈറുള്ള എന്ന് അറബികൾ വിളിച്ചിരുന്നു. ഖൈറുള്ള 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 അതിങ്ങനെ പറഞ്ഞ് ലോപിച്ച് കേരള 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 എന്നായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ഖൈറുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖൈർ ഇറങ്ങിയ നാടാണ്. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട്. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ. സംസ്കാരം, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ നിലയ്ക്കും സാംസ്കാരിക ഉത്ബുദ്ധർ ഒരുമിച്ച് കൂടുകയും സമത്വവും സൗഹാർദ്ദവും സഹവർത്തിത്വവും വിദ്വേഷമില്ല, വിഭാഗീയതയില്ല, എല്ലാം ഒത്തു ഇണങ്ങിയ ഒരു സംസ്ഥാനം അല്ലേ കേരളം? സംസ്ഥാനമല്ലേ? അതുകൊണ്ടാണ് ബംഗാളികൾ പോലും പറയുന്നത് ഏറ്റവും നല്ല നാട്, ഏറ്റവും റാഹത്തായിട്ട് താമസിക്കാൻ പറ്റിയത് ബംഗാളിലാണ്, അല്ല കേരളത്തിലാണ്. അതുകൊണ്ട് ബംഗാളി ഇവിടെ വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ കേരളം ബംഗാളം ആകാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരു മാസത്തിൽ പെർ മന്ത് 5000 കോടി രൂപ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോകുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ടോ? ഒരു ബംഗാളി മാസം തോറും 10000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബംഗാളി മാസത്തിൽ 10000 രൂപ അയച്ചു കൊടുക്കും. 4 ലക്ഷം ബംഗാളി ഉണ്ട് പെരുമ്പാവൂര് മാത്രം. 5 ലക്ഷം ബംഗാളി 10000 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ തന്നെ എത്ര ആയിരം കോടിയായി? കണക്ക് കൂട്ടിയാൽ മതി. വീട്ടിൽ പോരുന്ന 5000 കോടി രൂപയായി. ഇവിടെ നമ്മൾ വലിയ മോലാളിയായിട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് 800 രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വലിയ മോലാളിയായിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് 1500 രൂപ അവന് നമ്മൾ ശമ്പളം കൊടുക്കുകയാണ്. അവൻ മാസം തോറും കേരളത്തിൽ നിന്ന് 10000-ഓളം കോടി രൂപ അവൻ്റെ നാട്ടിലേക്ക് അയക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ.